വരൾച്ച വന്നേക്കും കരുതിയിരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം എയിലെ വിദ്യാർത്ഥികൾ മണാശ്ശേരി മുതൽ ചേന്നമംഗല്ലൂർ വരെ പ്രബോധന ഗ്രാമ പദയാത്ര സംഘടിപ്പിച്ചു. ജലം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നടന്ന പദയാത്രയിൽ സ്കൂളിലെ മിടുക്കരുടെ ക്ലാസ് മുറി എന്നറിയപ്പെടുന്ന 8 എയിലെ 41 കുട്ടികളും പങ്കാളികളായി. ഇത് ഒരു പ്രാർത്ഥന മാത്രമല്ല, പ്രകൃതിയിൽ ആർത്തിക്കുള്ളതില്ല, ആവശ്യത്തിനുള്ളതേയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒപ്പം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന പതിവ് ശീലങ്ങളിൽ നിന്ന് കരുതലിൻ്റെ കനിവിടങ്ങളിലേക്ക് മടങ്ങണമെന്ന ഉദ്ബോധനവും. ഒരു മരത്തണലെങ്കിലും സ്വപ്നം കാണാൻ വരും തലമുറയ്ക്ക് അവകാശമുണ്ടെന്ന് മുതിർന്നവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കരുടെ ക്ലാസ് മുറിയായ 8ാം തരം എ ഡിവിഷനിലെ 41ഓളം വരുന്ന കുട്ടികൾ വരൾച്ച വന്നേക്കും കരുതിയിരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി മണാശ്ശേരി മുതൽ ചേന്നമംഗല്ലൂർ വരെ പ്രബോധന ഗ്രാമ പദയാത്ര സംഘടിപ്പിച്ചത്. അശ്വന്ത് പി, അഭിനയ് യു പി എന്നിവർ നയിക്കുന്ന പദയാത്ര മുക്കം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ ഊർജവും പകർന്നുകൊണ്ട് ഒരു സ്ഥാപനത്തിലെ മുഴുവൻ അധ്യാപകർ പ്രതീക്ഷയോടുകൂടി ഇതിന് വരുവരുത്താൻ നിൽക്കുന്ന ജനങ്ങൾ എല്ലാം ഒരു പുതുമയുള്ളതാണ്. ഈ ബോർഡിലെ ക്യാപ്ഷൻ പോലും അങ്ങേയറ്റം പുതുമയുള്ളതാണ്. നൈബേഴ്സ് എൻവി എന്ന് പറഞ്ഞതുപോലെ മറ്റ് ക്ലാസ് മുറികളിലെ കുട്ടികൾക്ക് ഒരു അസൂയ തോന്നുന്ന ക്യാപ്ഷനോടുകൂടി തീർച്ചയായും ഇവരുടെ പ്രവർത്തനങ്ങളിലും അസൂയ ഉണ്ടാവും. അസൂയ ഒരു നല്ല പോരാട്ട വീര്യമായിക്കൊണ്ട് മാറട്ടെ. സ്കൂൾ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് അലി യു പി അധ്യക്ഷനായിരുന്നു. ബന്ന ചേന്നമംഗല്ലൂർ, പുതുക്കടി അബൂബക്കർ, ബോബി ജോസഫ്, എം കോളേജ് പ്രിൻസിപ്പൽ സന്തോഷ്, എൻ സുനിൽകുമാർ, 8 എ ക്ലാസ്സിലെ അധ്യാപകനായ പ്രമോദ് സമീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇത്തരമൊരു പദയാത്രയ്ക്ക് തങ്ങൾ സജ്ജരായ സാഹചര്യം ജാഥ ക്യാപ്റ്റൻ കൂടിയായ അശ്വന്ത് വിവരിച്ചു. ഞങ്ങൾ ഓരോ ദിവസവും ഒരു കുട്ടി വീതം ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രസംഗിക്കും. എന്നാൽ ഇത് വെറും ക്ലാസ് മുറിയുടെ 4 ചുമരുകളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും അത് നാടിനും നാട്ടുകാർക്കും വേണ്ടി എങ്ങനെ അവർക്ക് വേണ്ടി അവരിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം, ഈ ഗ്രാമപ്രബോധന പദയാത്ര എന്നൊരു ആശയം ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. മണാശ്ശേരി മുതൽ ചേന്നമംഗല്ലൂർ വരെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പദയാത്ര അവസാനിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ ജലസുരക്ഷയുടെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പദയാത്ര. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ജലം അതിന്റെ ദൗർലഭ്യാവസ്ഥയുടെ മൂർധന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന നീചകർമ്മങ്ങൾ തന്നെയാണ് ഇതിന് കാരണമെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. കാലത്തിന്റെ ആവശ്യം നേരത്തെ കേട്ടുണർന്ന ഈ കൗമാരക്കാർ ഓരോ മുതിർന്നവരെയും ഓർമ്മിപ്പിക്കുന്നത് അവരുടെ അവകാശത്തെ കട്ടെടുക്കരുതെന്ന് തന്നെയാണ്. വരും തലമുറയെക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ മിടുക്കരോടൊപ്പം കൂടാം. നാളെയുടെ നന്മയ്ക്കായി. ന്യൂസ് ബ്യൂറോ, മുക്കം.